ഹലോ ഫ്രണ്ട്സ്, നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നും വന്നിരിക്കുന്നത് ബോഗൺവില്ലാസിൻ്റെ നല്ലൊരു കളക്ഷനായിട്ടാണ് കേട്ടോ. നമ്മുടെ കയ്യിൽ 40-ലധികം വെറൈറ്റീസ് ഉണ്ട്. ബോഗൺവില്ലാസ് ഇങ്ങനെ പൂത്തുലഞ്ഞു നിൽക്കുന്നത് കാണാൻ ഇഷ്ടമില്ലാത്തവരായിട്ട് അധികം ആരും ഉണ്ടായിരിക്കില്ല അല്ലേ. ബോഗൺവില്ലാസ് നമ്മളൊരു സീസണൽ പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു കാലം വരുമ്പോൾ എല്ലാ വീട്ടുമുറ്റത്തും ഇങ്ങനെ പൂത്തുലഞ്ഞു നിൽക്കുന്നത് കാണുമ്പോൾ അത് സ്വന്തമാക്കാൻ കഴിയാത്ത ഒരുപാട് പേരുണ്ട്. കാരണം നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു, അപ്പോൾ അതിനകത്തും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 750, 800, 900 ആ റേറ്റിലൊക്കെയാണ് പല വെറൈറ്റി ബോഗൺവില്ലാസും എല്ലാവർക്കും കിട്ടുന്നത്. നല്ല നല്ല ചെടികൾ സാധാരണക്കാരിലേക്കും എത്തിക്കുക എന്നൊരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് കേട്ടോ നിശാഗന്ധി ഇതേപോലെയുള്ള ചെടികളുടെ സെയിലും കാര്യങ്ങളെല്ലാം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിലുള്ള ഈ ബോഗൺവില്ലാസിന് 180 രൂപയുടെയും 600 രൂപയുടെ ഉള്ളിലാണ് കേട്ടോ റേറ്റ് വരുന്നത്. ബോഗൺവില്ലാസ് ഇഷ്ടപ്പെടുന്നവർക്ക് നിശാഗന്ധിയിൽ നിന്നും ഒരു ചെടി മേടിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ കൈ നിറച്ച് 4-5 ചെടികളൊക്കെ വാങ്ങിച്ചിട്ട് പോകാനായിട്ട് കഴിയും. ഒരു കാറ്റലോഗ് വീഡിയോയുടെ ലാസ്റ്റ് ചേർക്കുന്നുണ്ട്. കാരണം ബോഗൺവില്ലാസിൻ്റെ വീഡിയോസ് വന്നതോട് കൂടിയിട്ട് പലരും നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. പല ചെടികൾ നമ്മൾ സെയിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ റേറ്റിൽ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു മിസ്റ്റേക്കൊക്കെ വന്നിട്ടുണ്ടായിരിക്കും കേട്ടോ. ഓരോ പ്ലാന്റിൻ്റെയും സൈസും അതിൻ്റെ റേറ്റും നമ്മൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് കാറ്റലോഗ് വളരെ കൃത്യമായിട്ട് വന്നിരിക്കും കേട്ടോ. അപ്പോൾ ചെടികൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ആ ഒരു കാറ്റലോഗ് എടുത്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്കൊന്ന് സെൻഡ് ചെയ്ത് തന്നാൽ മതി. നിശാഗന്ധിയിൽ നിന്നും ഏത് ചെടി മേടിക്കാൻ താല്പര്യമുള്ളവരായാലും ദയവ് ചെയ്ത് നമ്മളെ കോൾ ചെയ്യാതെ വാട്സപ്പിനകത്തേക്ക് സ്ക്രീൻഷോട്ട് സഹിതം ഒന്ന് എൻക്വയറി നടത്തിയാൽ മതി കേട്ടോ. എനിക്ക് ഫ്രീ ആവുന്ന സമയത്ത് അതിനുള്ള റിപ്ലൈ ഞാൻ തന്നെ തന്നിരിക്കും കേട്ടോ. നമുക്കിപ്പോൾ ഒരുപാട് നല്ല രീതിയിൽ സെയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലർക്കും നമുക്കിതിൻ്റെ കെയറും കാര്യങ്ങളും പറഞ്ഞു തരാനായിട്ട് പറ്റില്ല. അപ്പം നമ്മുടെ ബോഗൺവില്ലയിൽ ഒരുപാട് വെള്ളം വന്നിട്ടുണ്ടെങ്കിൽ പൂവിടാനായിട്ട് ചെടി ഒന്ന് മടിക്കും കേട്ടോ. വെള്ളത്തിൻ്റെ അളവൊന്ന് കുറച്ച് കൊടുത്തിട്ട് നല്ല വെയിൽ കിട്ടുന്ന ഭാഗത്ത് നമ്മുടെ ചെടി വെക്കുകയാണെങ്കിൽ നിറയെ പൂത്തൊലിഞ്ഞ് വരും കേട്ടോ. പിന്നെ ഇതിനകത്ത് നമുക്ക് ഇടയ്ക്ക് പൂക്കൾ ഉണ്ടാവാൻ ആവശ്യമായിട്ടുള്ള നോർമൽ ഫെർട്ടിലൈസേഴ്സൊക്കെ കൊടുക്കാം. മാസത്തിൽ 1-2 തവണയൊക്കെ നിങ്ങൾക്ക് ജൈവവളങ്ങൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെടിയിലേക്ക് നൽകാൻ കഴിയും കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ കാറ്റലോഗ്. ഇതെടുത്തിട്ട് ആവശ്യമുള്ളവർ നമ്മളൊന്ന് കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ബോഗൺവില്ലയുടെ വിശേഷങ്ങൾ. അപ്പോൾ സാധാരണക്കാരിലേക്കും നമ്മൾ ഇത്തരം ചെടികളൊക്കെ എത്തട്ടെ എന്ന് കരുതുന്നു. മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.